മഹാഗുരു ശരണം. അപ്പോൾ ഞങ്ങൾ വരാപ്പുഴയിൽ നിന്ന് വടക്കംപറവൂരിലേക്കുള്ള ജാഥയിലാണ്. വാഹനങ്ങളുടെ ജാഥയിൽ ഞങ്ങളും ഭാഗമാകുകയാണ് കേട്ടോ. കേരളത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. ജനങ്ങൾ മാത്രമല്ല, വാഹനങ്ങൾക്കും ജാഥ നടത്താൻ സൗകര്യമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ സ്വന്തം ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം. അപ്പോൾ ഇന്നലെ ഞാൻ 9:30 കഴിഞ്ഞ് ഫ്രീ ആയിരുന്നു. അപ്പോൾ സ്റ്റാറ്റസിൽ ഇട്ടിരുന്നു, ആരെങ്കിലും ഫ്രീ ഉള്ളവർ വിളിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ 5 പേര് അത് വിദേശത്തും സ്വദേശത്തുമായിട്ട് 5 പേര് വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ മിക്കവരെയും ബ്ലസ് ചെയ്തു. അപ്പോൾ ബ്ലസ് ചെയ്തതിൽ ഒരു ഫാമിലി ആയിരുന്നു, അമ്മയും മോനും കൂടിയായിരുന്നു. മോൻ സ്കൂളിൽ പഠിക്കുന്നു, ഹൈസ്കൂളിൽ, അമ്മയും ഉണ്ട്. അപ്പോൾ ബ്ലസ് ചെയ്യുമ്പോഴത്തേക്കും സാധാരണ ഫാമിലിയായിട്ട് ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ക്യാമറയിൽ കാണാൻ പറ്റുമെങ്കിൽ കൈകോർത്തിരിക്കാൻ പറയാറാണ്. അപ്പം അങ്ങനെ ഇരുന്നു. ഇത് ചെയ്ത് ബ്ലസ് ചെയ്ത് കഴിഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ മോൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മോന് വൈബ്രേഷൻ മനസ്സിലായി, ഇതായി. അത് കഴിഞ്ഞിട്ട് മോൻ്റെ വലത് കൈ പിടിച്ചിരുന്ന അമ്മയുടെ ഇടത് കൈ, അപ്പോൾ ഇടത് കൈയിൽ ചെറുതായിട്ട് ഇത് എന്തോ അരിച്ചു കയറുന്ന പോലുള്ള ഫീലിംഗ് മനസ്സിലായി അമ്മയ്ക്ക്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പോസിറ്റീവായിട്ട് കാണുകയും ഇത് ചെയ്യുകയും നല്ല രീതിയിൽ പോകുക കുട്ടികളാണെങ്കിൽ അവരുടെ ഓറ സ്ട്രോങ് ആയിരിക്കും, ക്ലീൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ നേരിട്ട് സ്പർശിച്ചല്ല ബ്ലസ് ചെയ്യുന്നതെങ്കിലും മനസ്സൊരു ഘടകമാണ്. മനസ്സിലൂടെയാണ് എല്ലാ എനർജീസും നമ്മളിലേക്ക് വരുന്നതിൻ്റെ ഒരു കവാടം എന്ന് പറയുന്ന മനസ്സാണ്. മനസ്സ്, ഓറ, ശരീരം, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ആ വൈബ്രേഷൻ കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടും. അത് തന്നെ അമ്മയ്ക്കും ആ ഒരു വൈബ്രേഷൻ പിന്നെ കിട്ടി. അപ്പോൾ എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് വെച്ചാൽ, ഒന്ന് എപ്പോഴും ആശങ്കപ്പെടുത്തുന്ന ചിന്തകളായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്. അത് വരുന്നത് നമ്മുടെ ഓറയിൽ കുറേ ബ്ലോക്കുകൾ വരുത്തും. അതുകൂടാണ്ട് കുറച്ചധികം അത് എന്നാൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അതാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ പിന്നെ ലളിതാ സഹസ്രനാമം ചൊല്ലുക. ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ആ സഹസ്രനാമത്തിൻ്റെ ആരോഹണം അവരോഹണം കൂടുതൽ നമുക്ക് അതിൻ്റെ ശ്ലോകങ്ങൾ ചൊല്ലാൻ അറിയില്ലെങ്കിലും അത് മനസ്സർപ്പിച്ച് ചൊല്ലുക. അതിനകത്തൊരു വരി വരുന്നുണ്ട്, ബ്രഹ്മഗ്രന്ഥി, രുദ്രഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, വിവേദിനി എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഈ ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി എന്ന് പറയുന്നത് ശരീരത്തിലെ 3 സൈക്കിക് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ പോയിന്റ്സ് ആണ്. അപ്പോൾ അതിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ മന്ത്രത്തിനൊരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മളിൽ വർക്ക് ചെയ്ത് ഈ ഭാഗത്തെ ആ ബ്ലോക്കുകൾ ക്ലിയർ ആകുകയും ജീവിതം സുഖകരമാകുകയും ചെയ്യും. അതാണ് ആ ദേവി ഇത് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ. ലളിതാ സഹസ്രനാമം ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും അതിലൊക്കെ മാറ്റം വരുന്നതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ പോസിറ്റീവായിട്ട് ഇത് ചെയ്യുക. ദേവിയുടെ ഇത് ചെയ്യുക. കാര്യം ദേവി ജ്യോതി രൂപം, ജ്യോതിയാണ് പ്രപഞ്ചത്തിൻ്റെ വിളക്കെന്ന് പറയുന്നത്. ജ്യോതി രൂപത്തിലുള്ള പരാശക്തിയാണ്, എൻ്റെ ഗുരു പറഞ്ഞു തന്നതനുസരിച്ച് കേട്ടോ. പിന്നെ ഈ മനസ്സിൻ്റെ തലമായ ബ്രഹ്മം ആയ പരമാത്മ സ്വരൂപത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. ആ പരമാത്മ സ്വരൂപത്തിന് വഴി കാട്ടുന്നത് പരാശക്തിയായ ജ്യോതി രൂപത്തിലുള്ള ശക്തിയാണ്. ഓക്കെ. അപ്പോൾ കുട്ടികളെ അമ്മ വഴി നടത്തുന്ന പോലെ, അമ്മ കൈപിടിച്ച് നടത്തുന്ന പോലെ, അല്ലെങ്കിൽ അമ്മ സ്വന്തം ജീവരക്തമായ മുലപ്പാൽ ഊറ്റി നടത്തുന്ന പോലെ ആണ് ഈ ഒരു കാര്യം നമ്മളിൽ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതെന്നാണ് എൻ്റെ ഗുരു പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ദൈവം എന്ന് പറയുന്ന ശക്തിയിൽ, പരാശക്തി എന്ന് പറയുന്ന അത്ഭുതത്തിൽ, പരമാത്മാവെന്ന് പറയുന്ന സങ്കല്പത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്, ആൾ താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം വാസപ്പൈ.